മീനാക്ഷി അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ട്. ശരിയാ കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. സൂപ്പർ. അഹങ്കാരവും വിവരമില്ലായ്മയും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ദിയാകൃഷ്ണയ്ക്ക് ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ വില അറിയത്തില്ലായിരിക്കും. എന്നാൽ അങ്ങനെയല്ല നാട്ടിലുള്ളവർക്ക്. അവർക്ക് അമ്മ എന്ന് പറയുന്ന വാക്കിന് വില അറിയാം. ഇവിടെ ഈ പറയുന്ന ഈ ദിയയുടെ ഹസ്ബൻഡായിട്ടുള്ള അശ്വിൻ ദിയയുടെ അച്ഛനെ അമ്മയെ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുമെന്ന് ഭ്രാന്താണെന്ന്. അവള് ഭ്രാന്തെന്നാ വിളിക്കുന്നതെന്ന്. എന്താണ് ഇവളെ പറയേണ്ടത്? സത്യം പറഞ്ഞാല് ദിയ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊന്നും പറയരുത്. വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ ആൾക്കാര് അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ എന്ന വാക്കിന് ഒരു കുറെ അർത്ഥങ്ങളുണ്ട്. അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ നിങ്ങൾ ആ ഒരു വാക്കിനെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഇപ്പൊ അശ്വിൻ നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും അച്ഛൻ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണ് അവന് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എന്റെ അമ്മയുടെ പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോഴും അച്ഛന്റെ പ്രായമുള്ളവരെ കാണുമ്പോഴും ഞാൻ വിളിക്കാറ് അച്ഛൻ അമ്മയെന്നാണ്. അവരുടെ പേര് പോലും ഞാൻ വിളിക്കാറില്ല. അത് കണ്ടോണ്ട് എന്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എന്നെ ഭ്രാന്തനെന്ന് കരുതുവോ? എന്റെ ഭാര്യ എന്റെ അമ്മ വിളിക്കുന്നത് അമ്മയെന്നാണ്, അല്ലാതെ അനീഷിന്റെ അമ്മയെന്നല്ല. എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും, എത്ര അമ്മമാർ എന്റെ വീഡിയോ കാണുന്നുണ്ട്, എത്ര സഹോദരങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ട്, എത്ര അച്ഛനമ്മമാർ എന്റെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മായിപ്പനെ ഇന്ന ഭർത്താവിന്റെ അപ്പ എന്ന് വിളിക്കുവോ? അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കുവോ? അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയും അതിൽ പേരുണ്ടായിരിക്കും, പേര് ചേർത്തിട്ട് അങ്ങനെ വിളിക്കുവോ? വിളിക്കില്ല. എല്ലാവരും വിളിക്കുന്നത് അച്ഛൻ അമ്മ എന്നാണ്. ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്ന വാക്കിന് അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ മദർ ഡേക്ക് വലിയ രീതിയിൽ വീഡിയോ എടുത്ത് എയറിൽ പോയ ദിയാകൃഷ്ണയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ദിയാകൃഷ്ണ പറഞ്ഞിരുന്നു, ഈ പറയുന്ന അശ്വിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം, ഞാൻ അങ്ങനെയാണ് വിളിക്കാറ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇതുപോലെ അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിലൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് വഴി നിൽക്കുന്ന ആരെയും ഇവര് അച്ഛനമ്മയെന്നൊന്നും വിളിക്കത്തില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളർത്തുദോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വഴിയിലുള്ളവരെയും അച്ഛനമ്മയെന്നൊക്കെ വിളിക്കണം, അതിന് നല്ലൊരു മനസ്സുണ്ടാവണം. സ്വന്തം അച്ഛനെ അമ്മയെ മാത്രമല്ല അച്ഛനമ്മയായിട്ട് കരുതേണ്ടത് കേട്ടോ. പ്രായത്തിൽ മൂത്തവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. അത് കുടുംബത്തിൽ പഠിപ്പിച്ചു വിട്ടാൽ മാത്രമേ അത് ഇവിടെ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ പറയുന്ന അശ്വിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കെട്ടിയോനാണ്. ആ കെട്ടിയോന്റെ അമ്മയെ പോലും റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങൾ മുമ്പ്. ഓക്കെ, അത് ഞാൻ പറയാം. കുറച്ച് തെളിവുകൾ എനിക്ക് വെക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി. ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഓക്കെ, പറഞ്ഞത് കേട്ടല്ലോ. ഇനിയും ഇവരുടെ മകനെ കുറിച്ച് വരെ പറയുന്നുണ്ടോ? മകൻ ഇവരെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരെ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് വളർത്തണം. അല്ലാതെ ഇവരെ മാത്രം അമ്മ എന്ന് വിളിച്ച് പശുക്കളെ വരെ ഗോമാതാവെന്നാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഇതെന്തുകൊണ്ട് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അഹങ്കാരം മൂത്ത് അങ്ങ് തലയ്ക്ക് കയറി പിടിച്ച് വട്ടായി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ ഈ പറഞ്ഞ അശ്വിന്റെ അമ്മയെ മുമ്പ് എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അന്ന് കേട്ടു നോക്ക്. കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞ സമയത്തും ഒക്കെ അമ്മയെ വിളിച്ചത് അമ്മയെന്ന് ചേർത്ത് തന്നെയാണ്, അല്ലാതെ ആന്റി എന്നൊന്നും അല്ല. എന്തായാലും നിങ്ങൾ കേട്ടു നോക്ക്. ചോദ്യം ഉണ്ടായിരുന്നു, വേർ ഇസ് അശ്വിൻസ് മമ്മി, മീനമ്മ എവിടെ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇതുവഴി വരാൻ ഒരു പ്ലാൻ ഉണ്ട്. വി തോട്ട് വിൽ കം ഹിയർ. അപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു തക്കാളി തൊക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാൻ പ്ലാൻ ആണെന്ന് പറഞ്ഞു. ഈ പറയുന്ന തക്കാളി തൊക്കും കൊണ്ട് വരുന്നത് ആരാണെന്നറിയാമോ?
മീനമ്മ ആരാണ്? അശ്വിന്റെ അമ്മ. അശ്വിന്റെ അമ്മ എവിടെ, ഈ മീനമ്മ എവിടെ എന്ന് ആൾക്കാർ ചോദിക്കുമായിരുന്നു. മീനമ്മ എന്തി എന്നുള്ള ചോദ്യത്തിന് തക്കതായിട്ടുള്ള മറുപടിയല്ലേ ദിയ പറഞ്ഞേ. അപ്പൊ മീനമ്മയെ നല്ലയോ മുമ്പ് വിളിച്ചിരുന്നത്, അതല്ലയോ പ്രേക്ഷകർക്ക് മനസ്സിലായതും പ്രേക്ഷകർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇട വന്നതും. അപ്പൊ മീനമ്മ തക്കാളി തൊക്കുകൊണ്ട് ഈ പറയുന്നവരുടെ വീട്ടിലേക്ക് വരികയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിലേക്ക് മീനമ്മ ഈ തക്കാളി തൊക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണമെന്നേ. അതാണ് വേണ്ടത്. കാരണം ഇവര് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ ഈ കൂടെയുള്ള അശ്വിൻ എന്നെങ്കിലും നിനക്ക് ഈ പറയുന്ന ദിയയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് തിന്നാൻ പറ്റുമെന്ന് വല്ല ധാരണ വല്ല ഉണ്ടോ? ഒരു കണക്ക് പറഞ്ഞാൽ നീ നല്ല ഭാഗ്യവാനാണ്. എന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാണ്? ഇപ്പോഴും അമ്മയെ ഉണ്ടാക്കിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നുണ്ടല്ലോ, അത് നീ ഭാഗ്യവാനാ. ഇവള് ഈ പറയുന്ന ദിയ നിന്റെ അമ്മയെ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിൽ പോലും നിനക്ക് അമ്മയുടെ ഭക്ഷണം തിന്നാൻ പറ്റുന്നുണ്ട്. അതിന് നീ ഭാഗ്യവാൻ തന്നെയാണ്. എന്തായാലും ബാക്കി ഉറക്കത്തിന് എണീച്ചതേ ഉള്ളൂ, ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. അതും വെറും കൈയോടെയല്ല വന്നത്, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ കറക്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇഡലി മുറുക്ക കൊണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ പുതിയതായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. അശ്വിൻ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഷെഫ് മീനമ്മ. അല്ല, മീനമ്മ ആന്റി അല്ല, അല്ലെങ്കിൽ മീനാന്റി അല്ല. ആ ആന്റി എന്ന് പറയുന്ന ആളെ അല്ല. ആരാ വന്നേക്കുന്ന? അമ്മ. അവിടെ അമ്മ എന്നുള്ളൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. ഇവിടെ അശ്വിനോട് എല്ലാം ഒന്ന് ചെക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, നീ ഭർത്താവാണോ അതോ ദഹനക്കാരനാണോ അതോ അവിടുത്തെ പാചകം വെക്കുന്ന ആളാണോ? ഏത് റോളാണ് സത്യത്തിൽ നിനക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് റോളായാലും നീ ഭംഗിയായിട്ട് ചെയ്യണം മോനെ, ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ. ആ ഓക്കെ, ബാക്കിയോടെ കേട്ടു നോക്കി. ഇത് തേങ്ങാ പാലിട്ട മുറുക്ക്. ഓ ഇത് ഉണ്ടാക്കുന്നുണ്ടാണ്. ഇത് ഇതുവരെ സെയിൽ തുടങ്ങിയിട്ടില്ല. ഇല്ല, സെയിൽ ചെയ്യുന്നുണ്ടോ? നല്ല ചൂട് ഇഡലി അമ്മ. ഇത് തക്കാളി വെങ്കായം ഇട്ട കുഴമ്പ്. ഇത് നമ്മുടെ ദോശപ്പൊടിയാണ്. നല്ലെണ്ണ ആയിരിക്കും. ഇല്ല ദോശപ്പൊടി. ഇനി അതും കൂടെ എടുക്കുന്നു. കണ്ണിമാങ്ങ അച്ചാറില്ലേ അത്? ഒരു രക്ഷയില്ല. ഇതെങ്ങനെയാണ് ആൾക്കാരെ കൊടുക്കുന്നത്? ഒരു രക്ഷയുമില്ല. അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അതിമനോഹരം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് അശ്വിൻ പറയുന്നത്. എന്തായാലും നിനക്ക് നല്ലൊരു ഭാഗ്യമുണ്ട്. കാരണം എപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് അമ്മയുടെ ഭക്ഷണം തിന്നാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ദിയ അവിടെ ഇതൊക്കെ തിന്നണമെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഈ ഇഡ്ഡലിയൊക്കെ തിന്നണമല്ലോ. ഇതുവരെ നൂഡിൽസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നല്ലൊരു ഭക്ഷണം വെക്കാൻ ഇതുവരെ ആയിട്ടും മകള് പഠിച്ചിട്ടില്ല. അപ്പൊ ഈ മകന്റെ, അതായത് ഈ പറയുന്ന അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് തന്നത് തിന്നുകൊണ്ട് മകനോട് പറയും നീ അത് തുറന്നു നോക്കടാ എന്ന്. അപ്പൊ സത്യത്തിൽ ഇവനൊരു വേലക്കാരനാണോ ദഹനക്കാരനാണോ എന്തായാലും ഇവന് അടിപൊളിയാണോ, സൂപ്പറാണോ? ഓക്കെ, എന്തായാലും ഇവിടെ മീനമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ല മീനാന്റി എന്നൊന്നും അല്ല. ഒടുവിൽ മീൻകറി ഓർഡർ ചെയ്ത് ആ മീൻകറി കൊണ്ടുവന്ന് ആ മീൻകറി തൊട്ട് മുക്കിയാണ് അത് കഴിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടതോടുകൂടി മദർ ദിനത്തില് മദർ ഡേയില് അമ്മമാരെ ബഹുമാനിക്കാൻ അറിയാത്ത ദിയയ്ക്ക് 8ന്റെ പണിയാണ് നാട്ടുകാർ കൂടി കൊടുത്തത്. ഇതുവരെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്നും സബ്സ്ക്രൈബർ എല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ, പൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നാട്ടുകാർക്ക് വെറുത്തുപോയി. അതായത് ബഹുമാനിക്കേണ്ടിയവരെ ബഹുമാനിക്കാൻ അറിയാത്തവരുടെ ചാനലിൽ കയറി ഇരുന്ന് കണ്ടിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതല്ല, ഈ പറഞ്ഞ ഇവരെ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ കമന്റിൽ വന്നൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കമന്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കുന്നത്. ഓക്കെ, സിന്ധു കൃഷ്ണയുടെ ബ്ലോഗിന് താഴെ ചെന്ന് കിടന്ന് സിന്ധു അമ്മ എന്ന് മോങ്ങുന്ന എല്ലാ പാൽക്കുപ്പികൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റാണ്. ഈ കമന്റ് കണ്ടപ്പോൾ എനിക്കും പറയാനുള്ളത് ഇതാണ്. ഇവർക്ക് മറ്റുള്ള അമ്മമാരെ, സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മയെന്ന് വിളിക്കുന്നത് എന്താണ്, ഭ്രാന്താണെന്ന് തോന്നുമെന്ന് പറഞ്ഞ ഇവരുടെ അമ്മയാണ് ഈ സിന്ധു അമ്മ. ഈ സിന്ധു അമ്മയെ നിങ്ങൾ ഓരോരുത്തരും പോയി സിന്ധു അമ്മി
ഇന്നത്തെ ചായയില് എങ്ങനെയായിരുന്നു? സിന്ധു അമ്മേ, ഇന്ന് ദിയ കൃഷ്ണ എവിടാണ്, അഹാന എവിടാണ്, കൃഷ്ണകുമാർ എവിടെയാണ് എന്ന് നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നത് നിങ്ങൾ ഭ്രാന്തന്മാരായിട്ടാണ് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ദിയ പറയുന്നത്. അങ്ങനെ ഭ്രാന്തുള്ളവരായി നിങ്ങൾ മാറണോ? എനിക്കതാണ് അറിയേണ്ടത്. ഇവിടെ ഈ ദിയ മറ്റുള്ളവരെ അമ്മ എന്ന് വിളിക്കുന്നവരെ എല്ലാം ഭ്രാന്തന്മാരായിട്ട് കാണുമ്പോൾ ഇവിടെ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഈ ദിയയുടെ അമ്മയെ പോയി നിങ്ങൾ അമ്മ എന്ന് വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അങ്ങനെ വിളിക്കുന്ന പാൽക്കുപ്പികൾക്ക് വേണ്ടിയാണ് ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. നിരവധി ആൾക്കാരാണ് ആ കമന്റിന് സപ്പോർട്ടുമായിട്ട് എത്തുന്നത്. കറക്റ്റ് ഒരു കമന്റ് അല്ലേ? കറക്റ്റ് ഒരു കമന്റ് അല്ലേ? ആണ്. അതായത് അമ്മ എന്ന വാക്കിന് കുറെ അർത്ഥങ്ങളുണ്ട്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ദിയ കൃഷ്ണ, നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെ കൊണ്ടുപോലും മറ്റുള്ളവരെ നിങ്ങൾ അമ്മ എന്ന് വിളിപ്പിക്കാൻ തയ്യാറാകാത്ത നിങ്ങളെ എന്താണ് പറയേണ്ടത്? ഇത് പറഞ്ഞു തരേണ്ട ബുദ്ധി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇവിടെ ഈ പറയുന്ന കൃഷ്ണകുമാരും സിന്ധുവും ഈ പറയുന്ന സിന്ധുവിന്റെ അച്ഛനെ എന്താ പറയുക, സിന്ധുവിന്റെ അച്ഛ അമ്മ എന്ന് കൃഷ്ണകുമാർ വിളിക്കുന്നില്ല. സിന്ധു ഒരിക്കലും കൃഷ്ണകുമാറിന്റെ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നില്ല. പക്ഷേ നിനക്ക് മാത്രം കിട്ടിയ അഹങ്കാരം അത് കാശിന്റെ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരെല്ലാം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത, നിങ്ങളെ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഇതുവരെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന നിങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരും അൺസബ് ചെയ്ത് ഇറങ്ങി പോവുകയാണ്. 1.5 മില്യൺ ഉണ്ടായിരുന്ന നിങ്ങളുടെ സബിൽ നിന്നും ആൾക്കാർ ഇറങ്ങി പോവുകയാണ്. കാരണം അഹങ്കാരം ആപത്താണ് മക്കളെ, ആപത്താണ്. അതൊരിക്കലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. പ്രേക്ഷകർ തക്ക സമയത്ത് തലക്കിട്ട് പൊട്ടുതരും. അതോടൊന്ന് ചിന്തിക്കുക. വാക്കുകൾ, നിങ്ങളൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്ന നിങ്ങളുടെ വായിക്കൊണ്ട് പറയുകയാണ് മറ്റുള്ള അമ്മമാരെ അമ്മ എന്ന് വിളിക്കുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾ സമൂഹത്തിന് വെച്ചൊരു പാഠമായിട്ട് കൊടുക്കുമ്പോൾ അമ്മ എന്ന് പറയുന്ന വാക്കിന് നിങ്ങളൊരു അമ്മയാണ് അല്ലേ? അതേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.